മുഴുവനായും യുവാക്കളുടെ ഒരു വലിയ സാന്നിധ്യം ഇതിനകത്ത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നിലവിലെ ഡെപ്യൂട്ടി മേയർ PK രാജു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ തൃപ്തി രാജ്. ഈ രണ്ടുപേരാണ്. തൃപ്തി രാജ് പട്ടം വാർഡിൽ പുതുതായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിൻ്റെ വിശേഷങ്ങൾ സ്വാഭാവികം നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത്? സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുൻഗണനയിൽ എടുത്തുകൊണ്ടാണ് പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കുഞ്ഞിലെ ബാലവേദിയുടെ പ്രവർത്തകയായിരുന്നു. ബാലവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, ASFൻ്റെ മണ്ഡലം യൂണിറ്റും മണ്ഡലം ജില്ലാ സംസ്ഥാന തലത്തിലൊക്കെ ഞാൻ പ്രവർത്തിച്ച സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. AYFൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. നിലവിൽ ഞാൻ മെഡിക്കൽ കോളേജിലെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നിൽ കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ പ്രൊഫഷൻ എന്താണ്? എന്ത് ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക്? ഞാൻ നിലവിൽ നിയമ വിദ്യാർത്ഥിനിയാണ്. കേരള ലോ അക്കാഡമിയിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിനിയാണ്. അതിനിടയിലാണ് മത്സര രംഗത്തിലേക്ക്. ഇങ്ങനൊരു ഈ ഒരു പൊതുപ്രവർത്തന മേഖലയിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെ ഒരു സ്വാധീനം എങ്ങനെയാണ്? പൊതുപ്രവർത്തന മേഖലയിലേക്ക് എത്തുമ്പോൾ എൻ്റെ അച്ഛനാണ് എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ജയിൽവാസത്തിലായിരുന്നു. പിന്നീട് ഞാൻ ഓർമ്മ വയ്ക്കുന്ന കാലത്ത് അത്രയും വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് കാണാൻ കിട്ടൂ. ബാക്കി ഫുൾ സമയം ഞായറാഴ്ചയെങ്കിലും അച്ഛൻ എത്തി വീട്ടിലിരിക്കൂ, അല്ലെങ്കിൽ തിരുവോണത്തിന് എത്തി വീട്ടിലിരിക്കും എന്ന് പറഞ്ഞാൽ പോലും കേൾക്കാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഫുൾ സമയം പൊതുപ്രവർത്തനത്തിലാണ്. കുഞ്ഞിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം അനന്തപുരിയുടെ നഗരവീഥികളിൽ നമ്മുടെ സമര പോരാട്ടമെല്ലാം കഴിഞ്ഞ് ഈ രക്തം നിറഞ്ഞ ഉടുപ്പുമായിട്ടൊക്കെ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അദ്ദേഹത്തെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഞാൻ രാഷ്ട്രീയ രംഗത്തിലേക്ക് വരുന്നത്. പിന്നീട് ഞാൻ എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയത്തിലൂടെയാണ് മുന്നോട്ട് വന്നത്. പട്ടത്ത് എന്തൊക്കെയായിരിക്കും ഇപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥിയായി ജയിക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ജയിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ്? അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലുണ്ട്. നമുക്കറിയുന്നത് പോലെ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെയും ശ്രീ PK രാജുവിൻ്റെയും നേതൃത്വത്തിലുള്ള നഗരസഭയുടെ നേതൃത്വത്തിൽ 5500 കോടിയോളം രൂപയുടെ വികസനമാണ് നമ്മുടെ നഗരത്തിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാന വികസനം നമ്മുടെ പട്ടം വാർഡിലേക്കും എത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നത് പോലെ കേരളത്തിലെ പ്രധാന ഒരു ആതുരാലയമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ച് മറ്റ് ആതുരാലയങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ആതുരാലയങ്ങൾക്കെല്ലാം വളരെ ഉപയോഗപ്രദമായി ഉള്ളൂരിലെ റെസ്റ്റ് ഹൗസ് 2 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനം മെഡിക്കൽ കോളേജിലെ മുൻ കൗൺസിലർ ശ്രീ DR അനിലിൻ്റെയും ശ്രീ PK രാജുവിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതുപോലെ അതിന് സമാനമായി പട്ടം വാർഡിൽ 12 കോടി രൂപയുടെ ഒരു റെസ്റ്റ് ഹൗസിൻ്റെ ഒരു പ്രപ്പോസൽ ഇരുവരും ചേർന്ന് നഗരസഭയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജയിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ പ്രാമുഖ്യം നൽകി അത് നടത്തണമെന്ന് വളരെയധികം ആഗ്രഹം മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ ആദ്യം കേൾക്കുന്നതാണ് പട്ടം വാർഡിലെ ഇന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറിയെന്നുള്ളത്. അപ്പം ശ്രീ PK രാജു അവിടെ പട്ടം വാർഡ് കൗൺസിലർ ആയതിനു ശേഷം നമുക്ക് അത്തരത്തിലുള്ള വാർത്തകൾ എല്ലാം മാഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. എങ്കിലും പട്ടം വാർഡിലെ നിവാസികളുടെ കൂടുതൽ സുരക്ഷിതത്വം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സൈഡ് വാളുകൾ കെട്ടി ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നീട് നമുക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പട്ടം വാർഡിലും ഗൗരീശ പട്ടത്താണ് അതിൻ്റെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വന്നത്, വെൽനസ് സെൻറ്റർ വന്നത്. പക്ഷേ വാർഡ് വിഭജനം വന്നപ്പോൾ അത് ഗൗരീശപട്ടം വാർഡിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ പട്ടം വാർഡിലെ നിവാസികൾക്ക് സ്വന്തമായിട്ടൊരു വെൽനസ് സെൻറ്റർ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നീട് ഒരു യുവജന പ്രതിനിധി എന്നുള്ള രീതിയിൽ പട്ടം വാർഡിലെ യുവജനങ്ങളെയും സാധാരണക്കാരെയും എല്ലാവരെയും ഒന്നിച്ചെടുത്ത് അവരുടെ അഭിപ്രായങ്ങളും ആരാഞ്ഞുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള നല്ലൊരു വികസനം, സുസ്ഥിരമായിട്ടുള്ളൊരു വികസനം, ഇവിടെ നല്ല വികസനമാണ് ഇപ്പോഴും ഉള്ളത്. കൂടുതൽ നല്ല പ്രവൃത്തികൾ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്.